ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ബ്ലെൻഡറിൽ പഠിക്കാൻ പോകുന്നത് ബ്ലെൻഡറിൻ്റെ ബേസിക് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അതിൽ തന്നെ ലൊക്കേഷനാണ് മെയിനായിട്ട് നോക്കുന്നത്. ഇത് നിങ്ങളൊരു ആബ്സല്യൂട്ട് ബിഗിനർ ആണെങ്കിൽ ഇതിന് മുന്നേ ബ്ലെൻഡറിൻ്റെ ബേസിക് നാവിഗേഷൻസിനെ പറ്റിയൊരു വീഡിയോ ഇതേ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഈ കോൺസെപ്റ്റ്സ് മനസ്സിലാവും. ഇതിൽ ഞാൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എൻ കീ പ്രസ് ചെയ്താൽ ട്രാൻസ്ഫോം എന്നുള്ള ഒരു സൈഡ് ബാർ നമുക്ക് വിസിബിളായിട്ട് വരുന്നതായിരിക്കും. അതിൽ ലൊക്കേഷൻ, റൊട്ടേഷൻ, സ്കെയിൽ, ഡയമെൻഷൻസ് എന്നിവ കാണാൻ പറ്റും. ഡയമെൻഷൻസിൽ എക്സിൽ 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ ഈ ക്യൂബാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ക്യൂബിൻ്റെ ഡയമെൻഷൻസ് ആണ് 2 മീറ്റർ ബൈ 2 മീറ്റർ 2 മീറ്റർ എന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ്സ് മീറ്ററിലാണ്. യൂണിറ്റ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ സീൻ പ്രോപ്പർട്ടീസ്, അതായത് പ്രോപ്പർട്ടീസ് വിൻഡോയിൽ സീൻ പ്രോപ്പർട്ടീസിൽ വന്നാൽ നമുക്കതിൽ യൂണിറ്റ്സിൽ മെട്രിക് ആണ് കിടക്കുന്നത്, അതിൽ മീറ്റേഴ്സാണ് ലെങ്ത് ആയിട്ട് കിടക്കുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്ത് സെൻറ്റിമീറ്റേഴ്സ് ആയാലും 200 സെൻറ്റിമീറ്റർ ആയിട്ട് മാറുന്നതിന് കാണാൻ പറ്റും. മീറ്ററിൽ വരികയാണ്. അതല്ലെങ്കിൽ ഇമ്പീരിയലിൽ പോയാൽ നമുക്ക് ഫീറ്റിലും അത് വിസിബിൾ ആവുന്നുണ്ട്. ഞാൻ വീണ്ടും മെട്രിക്കിൽ പോയതിന് ശേഷം മീറ്ററിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ 3 ഒബ്ജക്ട്സ് വിസിബിൾ ആണ്: ഒരു ക്യാമറ, ഒരു ക്യൂബ്, ഒരു ലൈറ്റ്. ഇവിടെ നമുക്ക് ക്യൂബ് മാത്രം മതി ഈ ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് വേണ്ടിയിട്ട്. ഞാൻ അതിനായിട്ട് എക്ക് പ്രസ് ചെയ്താൽ ഓൾ എല്ലാം സെലക്റ്റഡ് ആയിട്ടുണ്ട്. അതിൽ ഞാനിത് എല്ലാം ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്തത് ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ടുള്ള കമാൻഡ് ഇതാണെന്ന് നോക്കിയാൽ, ഇവിടെ ആഡ് എന്നുള്ളതിൽ വന്നാൽ, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഷിഫ്റ്റ് എ ആണ്. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മെഷിൽ പല ഡിഫോൾട്ടായിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ട്. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് കോൺ സെലക്ട് ചെയ്താൽ ഇവിടെ ഒരു കോൺ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഐറ്റം പ്രോപ്പർട്ടീസ്, അതായത് സൈഡ് ബാർ അല്ലെങ്കിൽ എൻ കീ പ്രസ് ചെയ്താൽ ഐറ്റം പ്രോപ്പർട്ടീസിൽ ട്രാൻസ്ഫോമിൽ അതിൻ്റെ ഡയമെൻഷൻസ് 2 മീറ്റർ ബൈ 2 മീറ്റർ ബൈ 2 മീറ്റർ എന്ന് കാണാൻ പറ്റും. ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് അല്ലെങ്കിൽ എക്സ് കീ പ്രസ് ചെയ്താൽ ഡിലീറ്റുള്ള വിൻഡോ വരും. ഞാൻ ഇവിടെ എൻ്റർ അടിക്കുക, ഡിലീറ്റ് ആയിപ്പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ കണ്ട ഷോർട്ട് കട്ട് യൂസ് ചെയ്യുകയാണ്. ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നു, മെഷിൽ ക്യൂബ് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളിവിടെ ടൂൾ ബാറിൽ മൂവ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. ഞാൻ അതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ആക്സിസ് വിസിബിളായിട്ട് വരുന്ന കാണാൻ പറ്റും. റെഡ് എന്നുള്ള എക്സ്, ഗ്രീൻ വൈ, ബ്ലൂ ഇസഡ്. ഞാൻ ഈ ആക്സിസിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ബാക്കി രണ്ടും 0 ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ എക്സും കൂടെ 0 ആക്കിയ ശേഷം ഒന്ന് ഒബ്സർവ് ചെയ്താൽ ഇതിൻ്റെ ഒറിജിൻ പോയിൻ്റ്, ഈ ക്യൂബിൻ്റെ ഒറിജിൻ പോയിൻ്റ് ഈ മൊത്തത്തിലുള്ള 3D വ്യൂ പോർട്ടിൻ്റെ ഒറിജിൻ പോയിന്റിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് 0 0 0 എന്നുള്ളത്. ഞാൻ ഇതിൻ്റെ 3ൻ്റെയും വാല്യൂസ് 1 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോക്കിയാൽ ഞാനിവിടെ അനോട്ടേറ്റ് ടൂൾ വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഇസഡ് ആക്സിസ് വാല്യൂ ഈ പ്ലെയിനിൽ നിന്ന് ഒരു 1 മീറ്റർ ഹൈറ്റിലും, ഇതിൻ്റെ എക്സ് ആക്സിസ് വാല്യൂ ഒരു 1 മീറ്റർ ലെങ്തിലും, വൈ ആക്സിസ് വാല്യൂ ഒരു 1 മീറ്റർ ലെങ്തിലുമായിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഈ മൂവിക്ക് പ്രസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ആക്സിസ് എങ്ങനെയാണ് ലോക്കൽ ആയിട്ട് മാറുന്നത് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഞാൻ വീണ്ടും ഇവിടെ 0യിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് നോക്കാം. ജി ആണ് മൂവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. പലരും പേർക്ക് എം ആണെന്ന്, പക്ഷേ ജി ഫോർ ഗ്രാബ് ആണ് ബ്ലെൻഡറിൽ മൂവ് ചെയ്യാനുള്ള കീ. ഞാനിവിടെ ജി പ്രസ് ചെയ്തതിന് ശേഷം ഇപ്പം നോക്കുകയാണെങ്കിൽ അത് ഏതോ ഒരു പ്ലെയിനിലാണ് അത് മൂവ് ആവുന്നത്. അത് ഏത് പ്ലെയിനിലാണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ യൂസർ പെർസ്പെക്റ്റീവാണ് നമ്മുടെ വ്യൂ പോർട്ട് കാണുന്നത്. അത് കാരണം ഒരു സിംഗിൾ പ്ലെയിനിലല്ല നമ്മൾ വ്യൂ കാണുന്നത്, ഒരു പെർസ്പെക്റ്റീവ് വ്യൂവിലാണ്. അതുകൊണ്ട് പല ആക്സിസുകളും ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ മാറുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്കൊരു കറക്റ്റായിട്ടൊരു പ്ലെയിനിലോ അല്ലെങ്കിൽ ഒരു ആക്സിസിലോ ഗ്രാബ് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജി പ്രസ് ചെയ്തതിന് ശേഷം, ഞാൻ എക്സിലാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ എക്സ് ആക്സിസിൽ ലോക്കായിട്ടുണ്ട്, വൈയിലാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ വൈ ആക്സിസിൽ ലോക്കാവും, ഇസഡിലാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇസഡ് ആക്സിസിൽ ലോക്ക് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി എനിക്ക് എക്സ് വൈ പ്ലെയിനിലാണ് അത് ലോക്ക് ചെയ്യേണ്ടതെങ്കിൽ ഷിഫ്റ്റ് ഇസഡ് പ്രസ് ചെയ്താൽ അത് എക്സ് വൈ പ്ലെയിനിൽ ലോക്ക് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എക്സ് വൈ മാത്രമേ ഇവിടെ വാല്യൂ മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഷിഫ്റ്റ് എക്സ് പ്രസ് ചെയ്താൽ അത് ഇസഡ് വൈ പ്ലെയിനിൽ റൊട്ടേറ്റഡ് ആവുന്നത് കാണാൻ പറ്റും. ഷിഫ്റ്റ് വൈ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് എക്സ് ഇസഡ് പ്ലെയിനിലായിരിക്കും റൊട്ടേറ്റഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് വാല്യൂ നോക്കിയാൽ അതിൻ്റെ ചേഞ്ച് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസർ പെർസ്പെക്റ്റീവിലാണ് ഇരിക്കുന്നത്. നമ്മൾ നേരെ ടോപ്പ് വ്യൂയിലേക്ക് പോയാൽ
ഇനി നമ്മൾ ഗ്രാബ് കീ പ്രസ് ചെയ്താൽ ഒന്നിൽ റെസ്ട്രിക്റ്റ് ചെയ്യാതെ തന്നെ നീക്കാൻ നോക്കിയാൽ നമ്മൾ എക്സ് വൈയിലേ ഇത് മാറുന്നുള്ളൂ. കാരണം നമ്മൾ കറക്റ്റായിട്ട് വ്യൂ ചെയ്യുന്നത് ടോപ്പ് ഓർത്തോഗ്രാഫിക്, അതായത് എക്സ് വൈ പ്ലെയിനിലാണ് നമ്മൾ കറക്റ്റായിട്ട് വ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ് വൈ ആക്സിസിലേ മാറുന്നുള്ളൂ. അതുപോലെ ഞാൻ ലെഫ്റ്റ് വ്യൂയിലേക്ക് പോയാൽ ഇനി ഞാൻ ഗ്രാബ് കീ ജി പ്രസ് ചെയ്താൽ കറക്റ്റായിട്ട് വൈ ഇസഡ് പ്ലെയിനിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. എക്സ് ആക്സിസ് 0 ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് മൂവ് ചെയ്യാനുള്ള ബേസിക് കൺസെപ്റ്റ്. അടുത്ത വീഡിയോയിൽ നമ്മൾ റൊട്ടേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.